ഒന്നുമില്ലെങ്കിലും ചിരിക്കുന്ന പൂക്കി മുഖ്യമന്ത്രിയുള്ള നാടല്ലേ നമ്മുടേത്. പൂക്കി ഭരണം എന്നൊന്നും പറയല്ലേ, പോലീസ് വന്ന് ഫോൺ ഇപ്പൊ തൂക്കിക്കൊണ്ടുപോയി എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ നമ്മൾക്കിത് പറയാതെ പറ്റില്ലല്ലോ. അതെ, നമ്മുടെ മുഖ്യമന്ത്രി VD സതീശന്റെ പൂക്കി ഭരണം എവിടം വരെ ആയി എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പൂക്കി ഇന്നൊരു ജെൻസി വേർഡ് മാത്രമല്ല, അതൊരു രാഷ്ട്രീയ സംഭവം കൂടിയാണ്. നമുക്കൊന്ന് വെട്ടി തുറന്ന് പരിശോധിക്കാം. ഇന്നത്തെ ഈ വീഡിയോ പരിശോധന കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ പൂക്കി മുഖ്യൻ എത്ര അടിപൊളിയാണ് എന്ന്. പൂക്കി, പാചകം, പുനർജനി, എല്ലാം കൂടെ ഒന്നിച്ചാണ്. ചാർജബിൾ ഫാനും പിടിച്ചോണ്ടിരിക്കുക. കുഞ്ഞുങ്ങള് പാതിരാത്രിക്ക് എണ്ണിച്ചിട്ട് കരഞ്ഞിട്ട് ചാർജബിൾ ഫാനാണ് ഇത് പിടിച്ചോണ്ടിരിക്കുക. കറണ്ടില്ല. നല്ല ബെസ്റ്റ് ഭരണം. ആലപ്പുഴയില് ഒരു അച്ഛൻ പൂക്കി ഭരണം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. തൂക്കി, അപ്പോ തന്നെ തൂക്കി. സംഭവം എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. രാത്രി 2:30 കറണ്ട് പോയി. മക്കള് ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അതൊരു വീഡിയോ ആയിട്ട് ഇട്ടു. ടൈറ്റില് പൂക്കി ഭരണത്തിൽ ഒരു പിതാവിന്റെ ഗതികേട്, അത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നിട്ടോ പോലീസ് വന്നു, ഫോൺ പിടിച്ചു, തിരിച്ചു കൊടുത്തു. വിവാദമായപ്പോൾ പിന്നെയും തിരിച്ചു പിടിച്ചു. DYSPക്ക് പരിശോധിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. മിനിഞ്ഞാന്ന് 2:30 ആയപ്പോൾ കറണ്ട് പോയി. അതിനു മുമ്പ് ഒരു 10:15 കറണ്ട് പോയി. ഞാൻ 2-3 പ്രാവശ്യമായിട്ട് അടുപ്പിച്ച് കറണ്ട് പോയി. എൻ്റെ മക്കൾ ഭയങ്കര കരച്ചിലായിരുന്നു. 2:30 ചെറിയ മക്കളാണ്. അപ്പോൾ കരഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെപ്പോലൊരു പിതാവിനെ സഹായിക്കാൻ പറ്റത്തില്ല, ഉറക്കണ്ടേ. അപ്പോൾ ഞാൻ മറ്റേ ചാർജബിൾ ഇതുണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാനിങ്ങനെ ഫാൻ അത് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് അത് വെച്ചൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞു, പിന്നെ ഇതിപ്പോൾ ഇന്നത്തെ ദിവസം എത്രാമത്തെ തവണയാണ് കറണ്ട് പോകുന്നത്, ഈ ഒരു ഭരണത്തിൽ ബുദ്ധിമുട്ടാണ് എന്നു പറഞ്ഞാണ് ഇട്ടത്. വേറെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ ഇത് പോസ്റ്റായിട്ട് ഇട്ടത്, ഇത് എത്രാമത്തെ തവണയാണ് ഇന്ന് കറണ്ട് പോകുന്നതെന്നും പറഞ്ഞാണ് ഇട്ടത്. പൂക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അതാണെന്ന് അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. ഒരു നാട്ടിൽ അച്ഛനൊരു ഫേസ്ബുക്ക് വീഡിയോ ഇട്ടാൽ ഫോണ് പോകും. പക്ഷേ കറണ്ട് പോയാൽ ആരും ഒന്നും ചോദിക്കില്ല. ഇതിൽ എന്ത് ന്യായമാണുള്ളത്? പൂക്കി എന്ന വാക്ക് ഒരു ന്യൂജൻ സ്ലാങ് ആണെന്നുള്ളത് ഈ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് സ്വന്തം ഭരണകൂടത്തെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വരെ പോലീസിന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ. അടുത്തത് നമ്മുടെ മുഖ്യന്റെ അടുക്കള രാഷ്ട്രീയമാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് അമ്മമാർ മകന്റെ ഭാര്യയ്ക്ക് പരമ്പരാഗത പാചക രീതികൾ പറഞ്ഞു കൊടുക്കണം എന്നാണ്. അതില് ഒരു സ്ത്രീ വിരുദ്ധത അവിടെ കാണുന്നില്ലേ? മുഖ്യമന്ത്രിയുടെ വിശദീകരണം എന്താണെന്നറിയോ? ഞാൻ പെൺമക്കളെ എന്നല്ല പറഞ്ഞത്, മക്കളെ എന്നാണ് പറഞ്ഞത്. എന്റെ വാക്കുകള് ആരൊക്കെയോ ചിലരങ്ങ് വളച്ചൊടിച്ചു എന്നാണ് മുഖ്യന്റെ പക്ഷം. ശരി സാർ, നല്ല ന്യായം. പക്ഷേ ഒരു സംശയം, മകന്റെ ഭാര്യ എന്ന് പ്രത്യേകം പറഞ്ഞപ്പോൾ മകളുടെ ഭർത്താവ് പാചകം പഠിക്കണം എന്ന് പറയാൻ എന്തായിരുന്നു തടസ്സം? അതോ അതും വളച്ചൊടിച്ചതാണോ? പിന്നെ ഒരാശ്വാസം, ഭരണം നടത്താൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന റെസിപ്പി ഉപദേശങ്ങളൊക്കെ കൊടുക്കാനുണ്ടല്ലോ, അതിന് നമ്മുടെ മുഖ്യന് നല്ല സമയമുണ്ട്. അങ്ങനെ അടുക്കളയിൽ വരെ ഉപദേശിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു സമയമുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി ഒരു ഗുഡ് ന്യൂസ് എടുക്കട്ടെ. 8 വർഷമായിട്ട് തുടർന്ന പുനർജനി കേസിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചീട്ട് കിട്ടി. വിജിലൻസ് കേസ് അവസാനിപ്പിച്ചു. 1 രൂപയുടെ പോലും അഴിമതി നടത്തിയിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന. 8 വർഷം. ഒരു കുട്ടി ജനിച്ച് സ്കൂളിൽ ചേരാൻ എടുക്കുന്ന സമയമുണ്ട് ഈ ഒരു പറഞ്ഞ കേസിന്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ക്ലീൻ ചീട്ട് ശരിക്കും തെളിവൊന്നും ഇല്ലായ്മ കൊണ്ടാണോ, അതോ ഭരണം മാറിയപ്പോൾ അന്വേഷണത്തിന്റെ ഊർജ്ജം അങ്ങോട്ട് മാറിയതാണോ? ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറയുക. എന്നാൽ രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. ഈ പൂക്കി വീഡിയോ ഉണ്ടല്ലോ, ആ അച്ഛനിട്ടത്, ആ ഒരു വീഡിയോയില് പ്രത്യേകിച്ച് കേസൊന്നും എടുത്തിട്ടില്ല. ഇതുവരെ ഒരു കേസും എടുത്തിട്ടില്ല. അതുമാത്രമല്ല, ഫോൺ പിടിച്ചു വെച്ചു. അതായത് നിയമപ്രകാരം കുറ്റം തെളിയിക്കാതെ തന്നെ ശിക്ഷ മുൻകൂട്ടി തന്നെ ഇവിടെ കിട്ടി എന്നതാണ് വാസ്തവം. ഒരു വശത്ത് പുനർജനിയില് തെളിവില്ല എന്ന് പറഞ്ഞ് 8 വർഷത്തെ കേസ് ക്ലീൻ ആയിട്ട് അവസാനിപ്പിച്ചു. മറുവശത്ത് ഒരു സാധാരണക്കാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കേസില്ലാതെ ഫോൺ കസ്റ്റഡിയിൽ എടുക്കാനും അതുപോലെ തന്നെ തെളിവ് വേണ്ട സമയത്ത് തെളിവില്ല, തെളിവ് വേണ്ടാത്ത സ്ഥലത്ത് നടപടിയുമുണ്ട്. എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ ഈ കണക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയുക. ചുരുക്കി പറഞ്ഞാൽ ഈ ആഴ്ച മുഖ്യമന്ത്രിക്ക് ഒരു കേസിൽ ക്ലീൻ ചീട്ട്, ഒരു പരാമർശത്തില് ക്ലാരിഫിക്കേഷൻസ്, പിന്നെ നമ്മുടെ പൂക്കി പ്രയോഗത്തിൽ ദേ ഫോണും പിടിച്ചു വെച്ചു. ചിരിക്കാത്ത മുഖ്യൻ പോയിട്ട് ചിരിക്കുന്ന മുഖ്യൻ വന്നിട്ട് എങ്ങനെയുണ്ട്?
ഉഷാറാണോ? അത് നിങ്ങൾ കമന്റിൽ പറയുക. ഒപ്പം മംഗളം TV ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക.